ഇവിടെ ഒരു മുത്തശ്ശി മരിച്ചിട്ടും ആത്മാവായി വന്നേ അവളുടെ 6 കിലോയുടെ അടുത്തുള്ള സ്വർണം കുടുംബക്കാർക്ക് കിട്ടരുതെന്ന് പറഞ്ഞ് ലതയോട് ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞിരുന്നു. എന്നാൽ മുത്തശ്ശി മരിച്ച ദിവസം ആ പെട്ടി ലത എടുത്തോണ്ട് പോകുന്നത് ആ വീട്ടിലെ മൂത്ത് മരുമകൾ കണ്ടിരുന്നു. അത് നമുക്ക് പകുതി പകുതിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നീ മുത്തശ്ശിയെ കൊന്നേ ആ സ്വർണം അടിച്ചു മാറ്റിയതാണെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ട മുത്തശ്ശി ദേഷ്യം വന്ന് എന്തോ ചെയ്തതും അവൾ ബോധം കെട്ട് വീണു. ഡോക്ടറും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവളുടെ നാവ് പാരലൈസ് ആയി എന്ന് പറഞ്ഞു. ലതയും കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി അങ്ങോട്ട് വന്നു. എന്താടി കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത്, കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞു. മട്ടനാണ് കഴിച്ചു നോക്കി എന്ന് പറഞ്ഞു കൊടുത്തതും ആത്മാവാണെങ്കിൽ ഞാൻ ഒരു വെജിറ്റേറിയൻ ആണ്, ഇതൊന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഉപ്പ് നല്ലോണം കുറവാണല്ലോ, മര്യാദക്ക് കുറെ ഉപ്പ് വാരിയിട്ടോ എന്ന് അവളെ ഭീഷണിപ്പെടുത്തി. കുറെ ഉപ്പ് അതിലേക്ക് ഇടിച്ചു. അത് കഴിച്ചവര് ഉപ്പ് കൂടുതലാണെന്ന് പറഞ്ഞ് അത് തുപ്പുന്നത് കണ്ട് മുത്തശ്ശിക്ക് ഹാപ്പിയായി. ഒരു ദിവസം ഇവളും പാത്രം കഴിക്കാൻ കുളത്തിലേക്ക് പോയതും വെള്ളത്തിൽ അവളുടെ ആത്മാവിനെ കണ്ട് നെട്ടിപ്പോയി. പെട്ടെന്ന് ഇങ്ങനെ വന്ന് പേടിപ്പിക്കരുത്, ഞാനൊരു പേടിത്തൊണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും ഇങ്ങനെ വന്ന് നിന്നെ പേടിപ്പിക്കില്ല, കാരണം കുറച്ച് ദിവസത്തിന് ഞാൻ ഈ വീടിന്റെ റേഡാറിന്റെ പുറത്തായിരിക്കും എന്ന് പറഞ്ഞു. വേറൊരു നാട്ടിലേക്ക് ഒരു ആവശ്യത്തിന് പോകാനുണ്ടെന്ന് പറഞ്ഞു. ആ സ്വർണത്തിൽ മാത്രം കൈവെക്കരുതെന്ന് വിരട്ടിയിട്ട് പോയി. ലതയുടെ ഹസ്ബൻഡ് എന്തോ ബിസിനസ് ചെയ്ത് നഷ്ടമായതുകൊണ്ട് അവരുടെ വീട്ടിലുള്ള ഓരോ സാധനങ്ങളും എടുത്ത് വിൽക്കാൻ തുടങ്ങി. എന്റെ അഭിമാനം തന്നെ പോയി എന്ന് പറഞ്ഞ ആ വിഷമത്തിൽ ഒരു തോൽവിയെ പോലെ മരിക്കാൻ കയറ് കെട്ടി നിന്നത് കണ്ടതും വൈഫും ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരാമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി അയാളെ താഴെ ഇറക്കി. അത് കഴിഞ്ഞ് ആ മുത്തശ്ശിയുടെ ഒരു വലിയ നെക്ലേസ് എടുത്തോണ്ട് പോയി പണയം വെച്ചു. ക്യാഷ് വാങ്ങി വന്ന് ഹസ്ബൻഡിന് കൊടുത്തു. അത് വെച്ച് ബിസിനസ് വീണ്ടും തുടങ്ങാൻ പറഞ്ഞു. വേറെ ഒരു സൈഡിൽ ഏതോ ഒരു മരത്തിൽ കാറ്റ് കൊണ്ടുകൊണ്ടിരുന്ന മുത്തശ്ശിയും ഏതോ ഒരുത്തി അവളുടെ നെക്ലേസ് ഇട്ടുകൊണ്ട് പോകുന്നത് കണ്ടു.